ദാവീദ് തന്റെ അരമനയിൽ വസിച്ചിരിക്കും കാലത്ത് ഒരു നാൾ നാഥാൻ പ്രവാചകനോട്, ഇതാ ഞാൻ ദേവദാരു കൊണ്ടുള്ള അരമനയിൽ വസിക്കുന്നു, യഹോവയുടെ നിയമപ്പെട്ടകമോ തിരശ്ശീലകൾക്ക് കീഴേ ഇരിക്കുന്നു എന്ന് പറഞ്ഞു. സിമ്പിൾ ആയിട്ടാണ് പറഞ്ഞുതരാം. ഒരു ദിവസം ദാവീദ് രാത്രി ഉറങ്ങാൻ കിടന്നു. പുള്ളിക്ക് ഉറക്കം വരുന്നില്ല. കാരണം പുള്ളി ദേവദാരു കൊണ്ടുള്ള അരമന ഭയങ്കര സെറ്റപ്പിലൊക്കെ ജീവിക്കുക. പക്ഷെ പുള്ളിയുടെ ഉറക്കം പോയതിന്റെ കാരണം എന്താണ്? യഹോവയുടെ നിയമപ്പെട്ടകൻ കർട്ടന്റെ പുറകെ ഇരിക്കും. തിരശ്ശീല എന്ന് പറഞ്ഞാൽ കർട്ടനല്ലേ, കർട്ടന്റെ പുറകില് ഇരിക്കും. ഇത് കണ്ടപ്പോൾ പുള്ളിക്ക് ഒരു ഭാരയോ, ഞാൻ ഇത്രയും വലിയ വീടും കാര്യങ്ങളും കൊട്ടാരം ഒക്കെ ദൈവം എനിക്ക് നാട്ടുടനായിരുന്ന എന്നെ ഇവിടം വരെ ദൈവം കൊണ്ടുവന്നിട്ട് ദൈവത്തിന്റെ ഒരു ആലയമില്ലാതെ പെട്ടകം ഇങ്ങനെ തിരശ്ശീല ഇരിക്കുന്ന കണ്ടപ്പോൾ പുള്ളിക്ക് ഒരു സ്വസ്ഥതയില്ല, ഉറക്കമില്ല. നമ്മളീ പലരും അങ്ങനെ ആണല്ലോ. ആലയത്തിലെ പല കാര്യങ്ങളും ഓർക്കുമ്പോൾ ഉറക്കം നഷ്ടപ്പെട്ട ഒത്തിരി കാര്യങ്ങൾ ചെയ്തവരും ചെയ്യുന്നവരും ഒക്കെയാണ്. അതിലൊന്നും ഞാൻ എതിർക്കുന്നില്ല. അങ്ങനെ ഉറക്കം നഷ്ടപ്പെട്ട ദാവീദ് ഒരു ദിവസം നാഥാൻ പ്രവാചകനെ വിളിച്ചിട്ട് ചോദിച്ചു, ഇത് ഭയങ്കര ഒരു വിഷമം, എനിക്ക് അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടാണ്, അതുകൊണ്ട് ഞാൻ യഹോവയ്ക്ക് ഒരു ആലയം പണിയട്ടെ എന്ന് ചോദിക്കുക. ഇതാണ് അവിടുത്തെ സംഭവം. ഓക്കെ, അടുത്ത വാക്ക്. ദൈവത്തിന്റെ നാഥാൻ എന്ന് പറഞ്ഞാൽ ചുമ്മാ നമ്മുടെ നാട്ടിലെ പ്രവാചകന്മാരെ പോലെ നടുവേദനയെ ഉളുക്കും വിരിപ്പും പറയുന്ന പ്രവാചകനൊന്നുമല്ല. ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട പ്രവാചകൻ തന്നെയാണ് നാഥാൻ. നാഥാൻ ദാവീദിനോട് പറഞ്ഞു, നിന്റെ താല്പര്യം പോലെയൊക്കെ ചെയ്താലും യഹോവ നിന്നോട് കൂടെ ഉണ്ടെന്ന്. വാക്ക് ശ്രദ്ധിക്കണം, യഹോവ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇപ്പോഴത്തെ പെന്തിക്കോസുകാരുടെ ഭാഷ പറഞ്ഞാൽ വളരെ നല്ല തീരുമാനം വെച്ചാൽ ധൈര്യമായിട്ട് മുന്നോട്ട് വെച്ചോ, കർത്താവ് കൂടെ ശക്തമായി. ദൈവത്തിന് പ്രത്യേക ഒരു വെളിച്ചം ആ കാര്യത്തിൽ കാണിക്കുക. മൂവ് ചെയ്തു എന്ന് പറഞ്ഞ് അങ്ങോട്ടങ്ങ് പുഷ് ചെയ്തു കൊടുത്തു. അടുത്ത വാക്യം. ദാവീദ് സുഖമായിട്ട് എന്ത് ചെയ്തു? ഉറങ്ങി. അടുത്ത വാക്യം. എന്നാൽ അന്ന് രാത്രി ദൈവത്തിന്റെ ദാവീദ് സുഖമായിട്ട് ഉറങ്ങിയപ്പോൾ ആളുടെ ഉറക്കം പോയി, പ്രവാചകന്റെ ഉറക്കം പോയി. ഇവിടെ കിട്ടുന്നുണ്ട്. പ്രവാചകന്റെ ഉറക്കം പോയി. പോയിട്ട് തമ്പുരാൻ പറഞ്ഞു, നീ ചെന്ന് എന്റെ ദാസനായ ദാവീദിനോട് പറയുക, യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, എനിക്ക് വസിപ്പാനുള്ള ആലയം പണിയേണ്ടത് നീ അല്ല. കണ്ടോ, ദാവീദ് ചെയ്യാൻ ഉദ്ദേശിച്ചത് ഒരു മോശക്കാര്യമാണ് അല്ല, ദൈവത്തിനും ദൈവനാമത്തിനും വേണ്ടിയല്ലേ ചെയ്യാൻ ആഗ്രഹിച്ചത്. അത് പക്ഷെ കർത്താവ് പറഞ്ഞു, അതിൽ എന്റെ ഹിതം അതല്ല, നീ പോയി പറയാൻ പറഞ്ഞു. എന്നാൽ ദാവീദ് സുഖമായിട്ട് ഉറങ്ങുന്നത് ഇത് ആരുടെ അള്ളപ്പാടാന്ന് വിചാരിച്ചാൽ തല കയറുന്നുണ്ടോ? ദാവീദ് ഏറ്റെടുത്തു. പുള്ളി സുഖമായിട്ട് കിടക്കുക. പുള്ളിയുടെ വിചാരം ആര് പറഞ്ഞാണ്? ഇത് തന്നെയാണ് ഇന്ന് പെന്തക്കോസ്ത് സമൂഹം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ജനം സ്വീകരിക്കുന്നത് ദൈവം പറഞ്ഞതായിട്ടാണ്, പക്ഷെ ദൈവത്തിന് ഇതിൽ യാതൊരു പങ്കും ഇല്ല. തിരുത്തി പറയണമെന്ന് പറഞ്ഞാൽ നാദം തിരുത്തി പറയും, നമ്മുടെ പ്രവാചകന്മാർ തിരുത്തി പറയും. ആ ദൂത് അടിച്ചോണ്ടാണ് ഒരു ചെക്ക് കിട്ടിയത്, ഇനി പോയി തിരുത്തി പറഞ്ഞാൽ തിരിച്ചു കൊടുക്കാൻ പറ്റും. എന്നാ മിണ്ടാത്ത. അപ്പൊ നമ്മളിൽ പലരും ദൈവഹിതം അറിയാതെ ഒത്തിരി കാര്യങ്ങളൊക്കെ ചെയ്യുക. ഒരുപാടൊന്നും ചെയ്തില്ലെങ്കിലും നമ്മുടെ തലമുറ നാളെ ഈ പുസ്തകമായി ഇവിടെ ഉണ്ടാകണം. അവിടെയാണ് വിജയം. ഒത്തിരി കാര്യം നമ്മൾ ചെയ്യുന്നു, കൊട്ടാരം പണിയാൻ. നോ, ദൈവത്തിന്റെ ഹിതം അത് നമ്മൾ തിരക്കണം. നമ്മൾ അപ്പസ്തോല പുതിയ നിയമത്തിലുണ്ടോ ഇതേ ദൂത്? ഉണ്ട്. അപ്പസ്തോല പ്രവൃത്തി 16:6 എന്താ പറയുന്നത്? അവർ ആസയിൽ വചനം പ്രസംഗിക്കരുതെന്ന് പരിശുദ്ധാത്മാവ് വിലക്കി. എന്താ ഇതിന്റെ അർത്ഥം? ആസിയിലോട്ട് പോയി സുവിശേഷം അറിയിക്കാന്ന് വിചാരിച്ചപ്പം പരിശുദ്ധാത്മാവ് പറയാം, ആസിയിൽ എന്ത് ചെയ്യണ്ട, പോണ്ടെന്ന്. ഇതെന്താ ഈ ദൈവത്തിന്റെ ആസിയിലുള്ളവരെല്ലാം നരകത്തിൽ പോട്ടെന്നോ? അല്ല. ശരി, എന്നാ പിന്നെ മൂസിയ വഴി ബിദുന്യയ്ക്ക് പോകാന്ന് വിചാരിച്ചപ്പോ പരിശുദ്ധാത്മാവ് പറഞ്ഞ അങ്ങോട്ടും. ഇതെന്തൊരാത്മാവായത്? ആസിയെ ചെന്നിട്ട് കുറച്ച് പേരെ രക്ഷയിലേക്ക് നയിക്കാന്ന് വിചാരിച്ചപ്പോ ആത്മാവ് പറയുന്നു അങ്ങോട്ട് പോകണ്ട. എന്നാ പിന്നെ മൂസിയ വഴി ബിദുന്യയ്ക്ക് പോകാന്ന് വിചാരിച്ചപ്പോ ആത്മാവ് പറഞ്ഞു അങ്ങോട്ടും പോകണ്ട. പിന്നെ എങ്ങോട്ട് പോകണം? ഇതൊന്നും നമ്മൾ കണ്ടിട്ട് പോലും ഇല്ലല്ലേ. ഞങ്ങൾ തീയിലും വെള്ളത്തിലും കൂടെ കടക്കേണ്ടി വന്നു എന്നൊക്കെ പറഞ്ഞാൽ ബാക്കി നിങ്ങൾ പറഞ്ഞു, എങ്കിലും നീ ഞങ്ങളെ സമൃദ്ധിയിൽ. അതാ നമുക്ക് ഇഷ്ടം. ആസിയിലും പോണ്ട, ബിദുന്യയിലും പോണ്ട, പിന്നെ എങ്ങോട്ട് പോകാൻ പറഞ്ഞു? മക്കതോന്യയ്ക്ക് പോകാൻ പറഞ്ഞു, മക്കതോന്യയ്ക്ക് പോകാൻ പറഞ്ഞു. നോക്കുക. അപ്പൊ എന്താ, ആസിയയിലും ബിദുന്യയിലും ഉള്ളവരും ഒക്കെ നരകത്തിൽ പോട്ടെന്നാണോ? ദൈവേഷ്ടമല്ല. അവരെ രക്ഷിപ്പാൻ ദൈവം അയക്കേണ്ടവരെ ദൈവം അയച്ചോളും. നിന്നെ അയക്കാത്തിടത്ത് നീ പോകരുത്. നമ്മുടെ വിചാരം, ഞാൻ പോയി പറഞ്ഞില്ല, ഇപ്പൊ അയാളൊക്കെ നരകത്തിൽ പോകുന്നു പറഞ്ഞു നമ്മൾ ഇടിച്ചു കയറി നടക്കുക. ദൈവം രക്ഷിക്കേണ്ടവരെ, അവരുടെ അടുക്കൽ അയക്കേണ്ടവരെ ദൈവം കാലാകാലങ്ങളിൽ അയക്കും. പക്ഷെ നമ്മെ അയക്കാത്തടത്ത് നാം പോകരുത്. നമ്മെ ഏൽപ്പിക്കാത്ത ശുശ്രൂഷ നാം ചെയ്യരുത്. ചെയ്യാൻ നമ്മൾ ശ്രമിക്കുമ്പോഴാണ് വലിയ അപകടം ഉണ്ടാകുന്നത്. ഇപ്പൊ എല്ലാവർക്കും പ്രസംഗിക്കണം, എല്ലാവർക്കും ആള് കളിക്കണം, സഭയ്ക്കകത്ത് എല്ലാവരും. നമ്മളൊന്ന് കുഞ്ഞ്, നിന്നെ ഏൽപ്പിക്കാത്തത് നീ
ആമേൻ. മനസ്സിലാവുന്നുണ്ടോ? നമുക്കെല്ലാം ആള് കളിക്കണമെന്നുള്ളതാണ്. എന്തൊക്കെയോ ചെയ്തു. നമ്മുടെ നാട്ടിലൊരു IPC കാരൻ അച്ചായൻ സഭയ്ക്കകത്തൊന്ന് ആള് കളിക്കാൻ നോക്കി. അവര് പറഞ്ഞു ഇവിടെ എല്ലാവരും തുല്യ, ഇവിടെ വലിയ വെള്ളത്തിലൊന്നും ഒക്കത്തില്ലെന്ന് പറഞ്ഞു. അവനെ അച്ചായനാണ് പിണങ്ങി ഇറങ്ങി നേരെ TPM പോയി. കഥ കേട്ടിട്ടുണ്ടോ നിങ്ങൾ? TPM ചെന്നു. സംഭവം കേട്ടോ. TPM ചെന്നിട്ട് പുള്ളി ആദ്യത്തെ ആഴ്ച അവിടുത്തെ വലിയ ആളാകാൻ വേണ്ടി ആരാധന കഴിഞ്ഞപ്പോൾ 1 ലക്ഷം രൂപ കൊണ്ടൊന്ന് മൂപ്പന്റെ കയ്യിലങ്ങ് കൊടുത്തു. നമ്മുടെ ഇന്ന പ്രവർത്തനത്തിന് വേണ്ടി ഉപയോഗിച്ചോളാൻ പറഞ്ഞു. പിറ്റേ ആഴ്ച പുള്ളി കാത്തിരിക്കുക. മൂപ്പൻ എന്ത് ചെയ്യും? നമ്മുടെ അച്ചായൻ 1 ലക്ഷം രൂപ തന്നിരിക്കുകയാണ്, കരങ്ങൾ അടിച്ചൊന്ന് ദൈവത്തെ. അവര് വല്ലതും കൊണ്ടുപോകും. മൂപ്പനൊന്നും വേണ്ടിയില്ല. ഇയാൾ നോക്കി നോക്കി ഇരുന്ന് രക്ഷയില്ല. പിറ്റേ ആഴ്ച ആയപ്പോഴത്തേക്ക് പുള്ളി മറന്നുപോയായിരിക്കും വിചാരിച്ചു. പിറ്റേ ആഴ്ച പുള്ളി സാക്ഷ്യം വരെ നോക്കിയിട്ട് മൂപ്പൻ അത് ശ്രദ്ധിക്കുന്ന പോലും ഇല്ല. അതാണ് പുള്ളി സാക്ഷി ആയപ്പോഴെന്ന് പറഞ്ഞു, ഈ എളിയവനും സാധുവുമായ അടിയനെ കൊണ്ട് 1 ലക്ഷം രൂപ കൊടുക്കാൻ ദൈവം സഹായിച്ചു. എളിയവനും സാധു എന്ന് പറഞ്ഞാൽ 10 പേര് ഇതൊന്നും അറിയണം ഞാൻ ചെയ്തെന്ന്. അതിനു വേണ്ടി എളിയവനും സാധുവൊക്കെ ആക്കി. അവന്റെ ഉള്ളിലെ ആഗ്രഹം ഇതെല്ലാവരും എന്ത് ചെയ്യണം? ഒന്ന് അറിയണം എന്ന് അവന്റെ അകത്തിരിക്കണം. പുള്ളി എളിയവനും സാധുവുമായ അടിയനെ കൊണ്ട് 1 ലക്ഷം രൂപ എന്ന് പറഞ്ഞ് സാക്ഷ്യം പറഞ്ഞു. യോഗം തീർന്നപ്പോ മൂപ്പൻ സഹോദരൻ പോകരുത്, ഇനി വരാൻ പറഞ്ഞു. വിളിച്ചു. 1 ലക്ഷം രൂപ കൊടുത്തിട്ട് പറഞ്ഞു വിട്ടോ എന്ന് പറഞ്ഞു. എന്താ വേണ്ടാതെ? ചിലർക്കൊക്കെ സഭയിൽ ആള് വിളിക്കണം. ഞങ്ങളില്ലായിരുന്നു ഞങ്ങൾ നീ ഒന്നും ഇല്ലായിരുന്നു സഭ ഉണ്ടാകത്തില്ലെന്നാണ്. ചുമ്മാ വട്ടത്തിലൊന്നും പറയണ്ടേ. ഞാൻ എന്റെ സഭയെ പണിയെന്ന് പറഞ്ഞ ക്രിസ്തുവാണ്. അതിന് മുഖാന്തരങ്ങളായിട്ടുണ്ടാകാം, അതിൽ അഭിമാനിക്കാം, അതിൽ സ്തോത്രം ചെയ്യാം. അതിനെ അതിര് വിട്ടിട്ട് മഹത്വം എടുക്കാൻ ശ്രമിക്കരുത് ഒരു കാര്യത്തിലും. ആമേൻ. അവിടെ അതൊക്കെ പരാജയത്തിന്റെ തുടക്കമാണ്, വീഴ്ചയുടെ തുടക്കമാണ്. ആമേൻ. നോക്കുക, നമ്മളിൽ ദൈവഹിതമുണ്ടോ? ഇനി ദൈവഹിതം എന്താ? മക്കോദോന്യയ്ക്ക് പോകാൻ പറഞ്ഞു. നിങ്ങൾ ആ ചരിത്രം വീട്ടിൽ പോയെങ്കിൽ ഒന്ന് വായിക്കണം. മക്കോദോന്യയ്ക്ക് പോയി, പക്ഷെ ഇരിക്കാൻ ഒരു കസേര പോലും കിട്ടിയില്ല. എവിടെ ആയിരുന്നേ? പുഴവക്കത്ത്. അപ്പൊ ദൈവത്തിന്റെ ഹിതം നിങ്ങളൊന്ന് ചിന്തിച്ച്. കർത്താവിന്റെ ഹിതത്താൽ പോകുന്നിടത്തെല്ലാം വലിയ മാന്യത കിട്ടണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇരിക്കാൻ ഒരു കസേര പോലും ഇല്ല, പുഴവക്കത്തിരുന്നു. പക്ഷേ ദൈവത്തിന്റെ ഹിതം എന്താ? പ്രസംഗിക്കാൻ വരുന്നവന് വലിയ കസേര കിട്ടുന്നതിനേക്കാൾ അധികം ദൈവത്തിന് ഇഷ്ടം ഒരാത്മാവ് വിടുവിക്കപ്പെടുക എന്നുള്ളതാണ്. നിങ്ങൾ ആ ദൈവത്തിന്റെ ഹിതം ഒന്ന് ചിന്തിച്ചു നോക്കി. പ്രസംഗിക്കാൻ വിട്ടവരെ എന്ത് ആഹാരം കിട്ടും, എന്ത് കഴിക്കാൻ കൊടുക്കുകയാണ്, എവിടെ ഇരിക്കുക, എവിടെ ഉറങ്ങും എന്നുള്ളതിനേക്കാളുപരി സ്വർഗം നോക്കിക്കൊണ്ടിരിക്കുന്നത് ഒരാത്മാവ് രക്ഷിക്കപ്പെടാൻ സാധ്യതയുള്ളത് ആ പുഴവക്കത്താണെങ്കിൽ ദൈവത്തിന്റെ ഹിതം പുഴവക്കത്താണ്. നമ്മള് എത്ര ദൈവഹിതം നമ്മൾ ചിന്തിക്കുന്ന ദൈവഹിതം, കർത്താവെ ഞാൻ അങ്ങോട്ട് പോവുകയാണ്. ദൈവഹിതമാണെങ്കിൽ അവിടെ എല്ലാവരും എന്നെ കാണുമ്പോൾ ഇങ്ങനെ ചിരിക്കണം. ദൈവത്തിന് ഹിതമാണെങ്കിൽ എനിക്ക് നല്ലൊരു സ്ഥാനം കണ്ടു. ദൈവത്തിന് ഹിതമാണെങ്കിൽ എനിക്ക് പ്രസംഗിക്കാൻ സമയം. നമ്മളൊന്നും ടൈം ടേബിൾ എഴുതി ദൈവത്തിന് വെച്ചു കൊടുക്കുക, ഇങ്ങനെ ചെയ്യണം, അതാണ് ദൈവഹിതം. ദൈവത്തിന്റെ ഹിതം അങ്ങനെ ആകണമെന്നില്ല. ദൈവത്തിന്റെ ഹിതം ഉള്ളിടത്തേക്ക് നമ്മൾ ചെല്ലുമ്പോൾ ആ സഭ നമ്മളെ സ്വീകരിക്കണമെന്നില്ല. ചിലപ്പം നമുക്ക് വലിയ സ്ഥാനമാനങ്ങൾ തരണമെന്നൊന്നുമില്ല. പക്ഷെ നമ്മളെ അവിടെ അയച്ചതിന്റെ പിന്നിൽ ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. ആ ദൈവിക ഉദ്ദേശം കർത്താവ് ചെയ്തെടുക്കുക തന്നെ ചെയ്യും. ആരംഗീകരിച്ചാലും ആരംഗീകരിച്ചില്ലേലും, സ്ഥാനം കിട്ടിയാലും കിട്ടിയില്ലേലും, പുഴവക്കത്തായാലും മണൽപ്പുറത്തായാലും മരച്ചുവട്ടിലായാലും ദൈവം ചെയ്യേണ്ട പ്രവൃത്തി ദൈവം ചെയ്തെടുത്തുകൊണ്ടേ. ഈ ദൈവഹിതമൊക്കെ എന്നാ നമ്മളിത് തിരിച്ചറിയുന്നതെന്നൊന്നും എനിക്കറിയത്തില്ല. നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ നമ്മൾ ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ളതിലല്ല, നാളെ ഈ തലമുറ ഈ പുസ്തകത്തിനായി ഉണ്ടാകുന്നു. ഇതെന്നും ദൈവം ചിന്തിക്കുന്ന ഒരു വലിയ ഗൗരവമുള്ള ഒരു ചിന്തയാണ്. ആവർത്തന പുസ്തകം 18-ാം അധ്യായം 9-ാം വാക്യത്തിലേക്ക് വരാം. വായിച്ചാട്ടെ. ആവർത്തന പുസ്തകം 18-9 കൂടി വായിച്ചാട്ടെ. നിന്റെ ദൈവമായ യഹോവ നിനക്ക് തരുന്ന ദേശത്തെത്തിയ ശേഷം അവിടുത്തെ ജാതികളുടെ മ്ലേച്ഛതകൾ നീ പഠിക്കരുത്. കണ്ടോ? നിന്റെ ദൈവമായ യഹോവ നിനക്ക് തരുന്ന ദേശത്ത് എത്തിയ ശേഷം അവിടുത്തെ ജാതികളുടെ വഴി നീ എന്ത് ചെയ്യരുത്? ഈ ദേശത്ത് ദൈവം ഒരു പ്രതീക്ഷയുമില്ലാത്ത സ്ഥാനത്ത് നമ്മെപ്പോലൊരു കൂട്ടത്തെ ഇവിടെ കൊണ്ടിട്ടത് ഇവിടുത്തെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും കോപ്പി ചെയ്ത് നമ്മൾ പഠിക്കാനല്ല, വേർപെട്ടൊരു ജനം ഉണ്ടെന്ന് ഇവരെ കാണിച്ചു കൊടുക്കാൻ വേണ്ടി ഇവിടെ കൊണ്ടിട്ടത്. പക്ഷെ എന്ത് ചെയ്യാനാ? നമ്മൾ മെർജ് ചെയ്തു പോയി. ആമേൻ. ദൈവത്തിന് വേണ്ടി ജീവിക്കുന്ന ഒരു കൂട്ടമുണ്ട് എന്ന് ഈ പട്ടണം കാണേണ്ടതിന്, തനിച്ചു പാർക്കുന്ന ഒരു ജനം
എന്തൊക്കെ വില കൊടുത്താലും പിടുത്തുകാരനായി മാറാനുള്ള ശ്രമം നമ്മൾ നടത്തി 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 എന്തായാലും ഇവിടെ വരെ എത്തി. സ്തോത്രം. ആമേൻ. ഓക്കെ, ഓരോ ദേശത്തിലും ദൈവം നമ്മളെ കൊണ്ടുപോകുന്നതിന് ഒരു ഉദ്ദേശമുണ്ട്. ദൈവം ഒരു ഉദ്ദേശം കൂടാതെയാണോ അങ്ങ് പഞ്ചായത്തിൽ ചട്ടയം കൊണ്ടു കൊടുത്തോണ്ട് നടന്ന അമ്മച്ചിയെ ജീൻസ് കൊണ്ട് വണ്ടി ഓടിച്ചതിലെ നടത്തുന്നത്? ആണോ? ഒരു ഉദ്ദേശമില്ലാഞ്ഞിട്ടാണോ? അങ്ങനെ നിങ്ങൾ ചിന്തിക്കരുത്. ഈ വേറെ പുസ്തകത്തിൽ ഒരു കുത്തിനും കോമായിക്കും വരെ അർത്ഥമുണ്ടെന്ന് നമുക്കറിയാം, അല്ലേ? നമ്മുടെ ജീവിതത്തിൽ ഒരു ഉദ്ദേശവുമില്ലാതെയാണോ ദൈവം ഇതൊക്കെ ചെയ്തത്? നോ, ദൈവത്തിന് വ്യക്തമായ പ്ലാനും പദ്ധതികളും നമ്മെ കുറിച്ചുണ്ട്. എന്നാൽ ആ ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയുവാൻ, ആ ദൈവത്തിന്റെ ഇഷ്ടമെന്നത് മനസ്സിലാക്കി ജീവിച്ചു മുന്നോട്ട് പോകുവാൻ നമ്മളിൽ പലപ്പോഴും പലരും തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് നമ്മുടെയും ആത്മീയ ലോകത്തിന്റെയും പരാജയം എന്ന് പറയുന്നത്. ആവർത്തന പുസ്തകം 6-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ആമേൻ, അവിടെ ഇങ്ങനെ വായിക്കുന്നുണ്ട്. അതിന്റെ 6-ാം അധ്യായം 20-ാം വാക്യം വായിച്ച്, നമ്മുടെ ദൈവമായ യഹോവ നിങ്ങളോട് കൽപ്പിച്ചിട്ടുള്ള സാക്ഷ്യങ്ങളും ചട്ടങ്ങളും വിധികളും എന്തെന്ന് നാളെ നിന്റെ മകൻ നിന്നോട് ചോദിക്കുമ്പോൾ നീ നിന്റെ മകനോട് പറയേണ്ടത് എന്തെന്നാൽ, ഞങ്ങൾ മിസ്രയീമിൽ ഫറവോൻ അടിമകളായിരുന്നു, എന്നാൽ യഹോവ ബലമുള്ള കൈകൊണ്ട് ഞങ്ങളെ മിസ്രയീമിൽ നിന്ന് പുറപ്പെടുവിച്ചു. മിസ്രയീമിന്റെയും ഫറവോന്റെയും അവന്റെ സകല കുടുംബത്തിന്റെയും മേൽ ഞങ്ങൾ കാണുക യഹോവ മഹത്വം ഉഗ്രവുമായുള്ള ദൈവജനത്തിന് ചട്ടമുണ്ട്, പ്രമാണമുണ്ട്, വിധികളുണ്ട് എന്നൊക്കെ കേൾക്കുമ്പോൾ പുതിയ തലമുറ ജനിച്ചു വളരുന്ന അടുത്ത ജനറേഷൻ ചോദിക്കുകയാണ്, ഇതെന്തുവാ ഈ പറയുന്നത്? പ്രമാണമുണ്ടെന്നോ ചട്ടമുണ്ടോ വിധികളുണ്ടെന്ന് എന്തുവാ മമ്മി ഇങ്ങനെ പറയുന്നത്? ഉപദേശിമാരൊക്കെ ചട്ടമുണ്ട്, പ്രമാണമുണ്ട്, വിധികളുണ്ട് എന്നൊക്കെ ചോദിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ മക്കളോട് പറഞ്ഞു കൊടുക്കണം, ഒരു നാൾ നമ്മൾ അടിമത്തത്തിലായി. അവിടെ നിന്ന് നമ്മളെ വിടുവിച്ചു കൊണ്ടുവന്ന ഒരു ദൈവമുണ്ട് മക്കളെ. നമുക്ക് നമ്മെ ഇന്ന് കാണുന്ന ഈ നന്മയുടെയും സമൃദ്ധിയുടെയും ഒക്കെ അനുഭവത്തിൽ വരുന്നതിന് മുമ്പ് നമ്മൾ അനുഭവിച്ചൊരു പഴയ കാലമുണ്ട് കുഞ്ഞെ. ആ അനുഭവത്തിൽ നിന്ന് നമ്മെ ഇത്രത്തോളം നടത്തിയത് നമ്മുടെ ദൈവമാണ് എന്ന് അടുത്ത തലമുറയ്ക്ക് നീ എന്ത് ചെയ്യണം? പറഞ്ഞു കൊടുക്കണം. ഇവിടുത്തെ സംഭവിച്ചൊരു പരാജയം എന്താണെന്ന് ചോദിച്ചാൽ, ഇവിടുത്തെ തലമുറയ്ക്ക് പ്രമാണമുണ്ട്, ഉപദേശമുണ്ട്, സെപ്പറേഷൻ ഉണ്ട്, വേർപാടുണ്ടെന്നൊക്കെ കേൾക്കുമ്പോൾ അവർക്കത് അറിയത്തില്ല. അവരങ്ങനെ പഠിച്ചിട്ടില്ല. അവരോടത് പറഞ്ഞു കൊടുക്കാൻ നമ്മളിൽ പലരും തയ്യാറായില്ല എന്നുള്ളത് തലമുറയുടെ തെറ്റല്ല, നമ്മുടെ തെറ്റാണ്. എനിക്ക് ഇവിടുത്തെ കുഞ്ഞുങ്ങളെ കുറച്ച് നാളത്തെ പരിചയം കൊണ്ടറിയാം. ഒരു കള്ളം പോലും പറയാൻ ഇഷ്ടപ്പെടാത്തവരാണ് ഇവിടുത്തെ പിള്ളേരെന്ന് എനിക്ക് മനസ്സിലാവും. അവർ തെറ്റ് ചെയ്ത് ചോദിച്ചാൽ അവർ പറയും അത് ചെയ്തു എന്ന് പറയും, സിമ്പിളായിട്ട് പറയും. ഒരു കള്ളം പറഞ്ഞ് മൂടി വെക്കാനായിട്ട് ശ്രമിക്കുന്ന ഒരു ചിന്തയുള്ള കുഞ്ഞുങ്ങളാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഒരു ഫാക്റ്റായിട്ട് അങ്ങനെ ചെയ്തു ഞങ്ങളിങ്ങനെ എന്ന് പറയും. എന്ന് വെച്ചാൽ അത്രയും വളരെ സത്യമായ കാര്യങ്ങൾ പറയുന്ന ഒരു തലമുറയാണ്. പക്ഷെ എന്താണ് അവർക്ക് ഈ ചട്ടങ്ങളും വിധികളും വേർപാടുകളും സെപ്പറേഷനും ഒന്നും അവർ പാലിക്കാത്ത വെച്ചാൽ അങ്ങനെ ഒരു തിയറിയെ കുറിച്ച് അവർ പഠിച്ചിട്ടില്ല. റിയലി അവരോട് അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല പല സഭകളിലും. ഞാൻ രാവിലെ പറഞ്ഞു, ഞാൻ പറയുന്ന മുഴുവൻ എബ്രോനൈസിയെ കുറിച്ചാണ് നിങ്ങൾ ചിന്തിക്കരുത്. ആത്മീയ ലോകത്തിന്റെ കാഴ്ചപ്പാടാണ് ഞാൻ പറയുന്നത്. പല കുഞ്ഞുങ്ങൾക്കും അറിയില്ല. ഞാൻ തന്നെ പേഴ്സണലി ഇവിടെയുള്ള ചില യുവാക്കളായ ചെറുപ്പക്കാരോട് വേർപാടിനെ കുറിച്ചും വിഷയങ്ങളെ കുറിച്ചും ഒക്കെ ചോദ്യം പറയുമ്പോഴത്തേക്ക് അവർ പറയുന്നത് ഞങ്ങൾക്കിത് പുതുതായിട്ട് കേൾക്കുകയാണെന്ന് അവർ പറയുന്നത്. അവർക്ക് അറിയില്ല. കാരണം ഇവിടുത്തെ കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് അവരൊരു പെൻസിലിനോ പേനയ്ക്കോ വേണ്ടി പ്രാർത്ഥിക്കേണ്ട അവസ്ഥ വന്നിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ ഒരു ഉടുപ്പിന് വേണ്ടി പ്രാർത്ഥിച്ചവരില്ലേ ഈ കൂട്ടത്തിൽ? വിശ്വാസ യുഗത്തിലേക്ക് ഇറങ്ങി തിരിച്ച് കുടുംബങ്ങളെ, ബന്ധുക്കളെ, ചാർച്ചക്കാരെ വിട്ട് കെട്ടുതാലി പൊട്ടിച്ചിറങ്ങിയ സമയത്ത് വാട്ടുകപ്പെങ്കിലും കിട്ടിയാൽ മതി എന്ന് വെച്ച് പ്രാർത്ഥിച്ചവരില്ലേ ഈ സഭയ്ക്കകത്ത്? അന്ന് ദൈവം നടത്തിയ വഴികൾ തലമുറയോട് നിങ്ങൾ എത്ര പേര് പറഞ്ഞിട്ടുണ്ട്? ഇങ്ങനെയുള്ള പ്രമാണത്തിലും അന്ന് കുടുംബക്കാരെ എതിർത്തിട്ടും കെട്ടുതാലി പൊട്ടിച്ചു വന്നാൽ നിന്നെ കെട്ടിത്തൂക്കുമെന്ന് കെട്ടിയോൻ പറഞ്ഞിട്ടും ഞങ്ങൾ ഈ പ്രമാണത്തിന് വേണ്ടി ഉറച്ചു നിന്നു മക്കളെ. അന്ന് ഞങ്ങൾ നിന്നുകൊണ്ടാണ് ഇന്ന് നിങ്ങൾ ഇവിടെ ഈ നന്മ അനുഭവിക്കുന്നത് എന്ന് എത്ര പേര് പറഞ്ഞിട്ടുണ്ട്? ഇതൊന്നും പറയാതെ ഈ പ്രമാണങ്ങൾ എന്താ, വിധികൾ എന്താണെന്ന് അറിയാതെ കൊച്ചുങ്ങൾ തിരിഞ്ഞെന്ന് ചോദിക്കുക, എന്താ ഈ പറയുന്നത്? ഇവിടെ ചോദിക്കുന്ന പോലെ നിന്റെ മകൻ നാളെ നിന്നോട് ചോദിക്കും, എന്താണ് യഹോവയുടെ ചട്ടങ്ങളും വിധികളും, എന്താണ് ഈ പ്രമാണങ്ങൾ എന്നൊക്കെ ഈ പറയുന്നത് നാളെ നിന്റെ മക്കൾ നിന്നോട് ചോദിക്കും. ചോദിക്കുമ്പോൾ പറയാൻ കഴിയണം, അടിമ വീട്ടിലായിരുന്നു നമ്മൾ, പിശാചിന്റെ അടിമത്വത്തിലായിരുന്നു നമ്മൾ. അവിടെ നിന്ന് നമ്മെ വിടുവിച്ചു കൊണ്ടുവന്നൊരു ദൈവമുണ്ട് മക്കളെ. ആ ദൈവത്തെ മറക്കരുത്. പ്രൈസ് ദി ലോർഡ്.
ഇതൊന്നും പറഞ്ഞു കൊടുക്കാൻ പറ്റാതെ അവർ 18-20 വയസ്സാകുമ്പോൾ പിള്ളേർ തെറ്റിപ്പോകുന്നു, അങ്ങോട്ട് പോകുന്നു, അവരിങ്ങനെ നടക്കുന്നു എന്ന് പറഞ്ഞ് പേടിച്ചിട്ട് എന്താ കാര്യം? ഇപ്പോഴല്ലാതെ ചിന്തിക്കേണ്ടതായി. ഇവിടെ കുഞ്ഞുങ്ങളോട് ചെലവഴിക്കാൻ പലർക്കും സമയമില്ല. ഞാൻ പലരോടും പറയുമ്പോൾ ചോദിക്കുമ്പോൾ രാവിലെ ഭാര്യയും ഭർത്താവും അമേരിക്കയിലെ ജീവിത ശൈലി അനുസരിച്ച് കുറച്ചു കാലത്തെ പരിചയം വെച്ച് ഭാര്യയും ഭർത്താവിനും ഒരു 2 പേർക്കും ഡേ ഡ്യൂട്ടി ഉണ്ടെങ്കിൽ 2 പേർക്കും വൈകുന്നേരം ജോലി കഴിഞ്ഞ് വീട്ടിൽ വന്നാൽ വളരെ തെറ്റില്ലാതെ ഒരു മാന്യമായ കൊച്ചു വീട്ടിനകത്ത് ജീവിച്ചു പോകാനുള്ള സൗകര്യമൊക്കെ ഇവിടെ ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്നാൽ പലരും അതിന് സമയം ഓവർ ടൈം ചെയ്ത്, എന്തിനാ ഈ ഓവർ ടൈം ചെയ്തുണ്ടാക്കുന്നത് വെച്ചാൽ ഞങ്ങൾ ഇത്ര സഭകളെ സഹായിക്കുന്നതെല്ലാം ഈ ഓവർ ടൈം ചെയ്തിട്ടാണ്. നല്ല കാര്യമാണ്. ദാവീദ് ചിന്തിച്ച പോലെ അത് മഹത്വകരമായ ഒരു കാര്യമാണ്, അതിൽ തർക്കമില്ല. പക്ഷേ നിങ്ങൾ ഓവർ ടൈം ചെയ്ത് 50 സഭയെ സഹായിച്ചിട്ട് ഈ കൊച്ചുങ്ങളുടെ കൂടെ മക്കളുടെ കൂടെ കുറച്ച് സമയം ചെലവഴിക്കാൻ നിങ്ങൾക്ക് കഴിയാതെ പോയാൽ അത് നിങ്ങളുടെ വിജയമാണെന്നാണോ നിങ്ങൾ പറയുന്നത്? പരാജയമാണത്. ഈ കുഞ്ഞുങ്ങളുടെ കൂടെ ചെലവഴിക്കുക. കഴിഞ്ഞ നാളിൽ ഒരു വാർത്ത കേട്ടു. ഒരു പെൺകുട്ടി അമ്മയുടെ അടുക്കൽ അടുക്കള ചെന്നിട്ട് മമ്മി എനിക്ക് ഇങ്ങോട്ടൊന്ന് വന്ന ഒരു കാര്യം പറഞ്ഞു പറയുമ്പോൾ എടി പെണ്ണെ ഡ്യൂട്ടി കഴിഞ്ഞ് തല പെരുത്ത് ഞാൻ നിൽക്കി, ഇനി അടുക്കള ഈ കാണുന്ന എല്ലാം വൃത്തിയാക്കി ഇതെല്ലാം കഴുകി വെച്ചിട്ട് വേണം എനിക്ക് കിടക്കാനെന്ന് പറഞ്ഞ് വട്ട് പിടിച്ച് അമ്മ നീ അവിടെ കാണാൻ ചെന്നാൽ ഇരിക്കുന്നു പറഞ്ഞു അങ്ങോട്ട് പോയി. പപ്പ എടുത്ത് ചെന്നാൽ പപ്പ ഇങ്ങനെ മൊബൈലിൽ ഇട്ട് കുത്തി തോണ്ടിയിരിക്കുന്നു. പപ്പ എടുത്ത് ചെന്നാൽ പറഞ്ഞു പപ്പ ഇങ്ങനെ പറഞ്ഞാൽ അവിടെ പോയി അത്യാവശ്യമായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. നീ മമ്മയുടെ കാണുന്നു പറഞ്ഞു കൊച്ചു അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് പോയി കിടന്ന് തുടങ്ങി. പിറ്റേ ദിവസം ആ കുട്ടി സൂയിസൈഡ് ചെയ്തു, ആത്മഹത്യ ചെയ്തു. എന്തായിരുന്നു കാരണം? എന്നാൽ ട്യൂഷന് പഠിക്കാൻ എന്ന് പറഞ്ഞ് വിടുന്ന അല്ലാതെ ബാക്കി കാര്യങ്ങളൊന്നും അവർക്കറിയില്ല. ട്യൂഷൻ പഠിക്കാൻ പോകുന്നിടത്ത് അവിടുത്തെ അധ്യാപകൻ ഈ പെൺകുട്ടിയോട് മോശമായി പെരുമാറിക്കൊണ്ടിരിക്കുന്നു. ആ കുഞ്ഞിന് പഠിക്കാൻ പോകാൻ പറ്റുന്നില്ല, ഹൃദയത്തിനകത്ത് സമ്മർദ്ദമായി, അതിന് ഉറങ്ങാൻ പറ്റുന്നില്ല. ഇതൊന്നും ഷെയർ ചെയ്യണ്ടേ? അമ്മയോട് ഷെയർ ചെയ്യാൻ ചെന്നു, അമ്മയ്ക്ക് തിരക്ക്. അപ്പനോട് ഷെയർ ചെയ്യാൻ അപ്പനും തിരക്ക്. എന്ത് ചെയ്യണം മക്കൾ? നിങ്ങൾ പറ. നിങ്ങൾ കുറച്ചേ സമ്പാദിച്ചോളെങ്കിൽ നിങ്ങളുടെ മക്കളുമായി കുറെ സമയം ചെലവഴിക്കുവാൻ, അവരുമായി ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുവാൻ, അവർക്ക് ആത്മീയ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ. 6-ാം അധ്യായം തുടക്കത്തിൽ എന്താ വായിക്കുന്നതെന്ന് അറിയാമോ? ആ 1-ാം വാക്യം മുതൽ ഒന്ന് വേഗത്തിൽ വായിച്ചു വിട്ടാൽ നമുക്ക് തിരിച്ചു വരാം ലേഖനത്തിലേക്ക്. നിങ്ങൾ കൈവശമാക്കാൻ കടന്നില്ല ദേശത്ത് നിങ്ങൾ അനുസരിച്ച് നടക്കേണ്ടതിനും. അതിനെ 4 മുതൽ വായിച്ചു വെച്ചാൽ 4 മുതൽ. ഇസ്രായേലേ കേൾക്കുക, യഹോവ നമ്മുടെ ദൈവമാകുന്നു, യഹോവ ഏകൻ തന്നെ. നിന്റെ ദൈവമായ യഹോവയെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം. ഇന്ന് ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ഈ വചനങ്ങൾ നിന്റെ ഹൃദയത്തിലിരിക്കണം. ഒന്ന് നിന്റെ ഹൃദയത്തിലിരിക്കണം. നീ അവയെ നിന്റെ മക്കൾക്ക് ഉപദേശിച്ചു കൊടുക്കുകയും നീ വീട്ടിലിരിക്കുമ്പോഴും വഴി നടക്കുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും അവയെ കുറിച്ച് സംസാരിക്കുകയും വേണം. ഒന്ന് ഈ വാക്യം മുമ്പിൽ വെച്ചൊന്ന് ചിന്തിച്ച്. കിടക്കുമ്പോഴോ വഴി നടക്കുമ്പോഴോ ഇരിക്കുമ്പോഴോ പോകുമ്പോഴോ വരുമ്പോഴോ ദൈവം നടത്തിയ വിധങ്ങളെ കുറിച്ച്, കർത്താവ് നടത്തിയ വഴികളെ കുറിച്ച്, കരുതിയ വിധങ്ങളെ കുറിച്ച് എത്ര പേർക്ക് കഴിഞ്ഞിട്ടുണ്ട്? ഞാൻ എല്ലാവരെയും ഒന്നും വിധിക്കുന്നില്ല, എനിക്കറിയത്തില്ലല്ലോ നിങ്ങളുടെ നിരൂപണങ്ങളും നിങ്ങളുടെ കുടുംബസ്ഥിതിയൊന്നും എനിക്കറിയത്തില്ല. പക്ഷെ ഒരു ചോദ്യം നിങ്ങളുടെ മുമ്പിൽ വെക്കുകയാണ്, എത്ര പേർക്ക് കഴിഞ്ഞിട്ടുണ്ട്? ഈ അമേരിക്കയിൽ വന്നിട്ട് 1 മാസം ആവുന്നതിന് മുമ്പ് ഒരു വാർത്ത കേട്ടു. ഒരു വളരെ മാന്യനായ ഒരു മനുഷ്യൻ പറയാണ്, മോള് കല്യാണത്തിന് വിളിച്ചിട്ടുണ്ട്, പോണോ? ആരുടെ കല്യാണത്തിന്? മോളെ കല്യാണത്തിന്. അപ്പനെ ക്ഷണിച്ചിട്ടുണ്ടെന്ന്. എന്തൊരവസ്ഥയാണ്, എന്തൊരവസ്ഥയാണ്! അത് അഭിമാനത്തോട് പറയാൻ പറ്റുന്നൊരു കാര്യമാണ്. മോള് കല്യാണം നിശ്ചയിച്ചു മോളുടെ, അതിന് അപ്പനെ എന്ത് ചെയ്തിട്ടുണ്ട്? എന്തൊരു ജീവിതം അല്ലേ അമ്മേ! നമ്മുടെ തലമുറ എങ്ങോട്ടാണ്? നമ്മൾ ഒത്തിരി കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. നമ്മുടെ ഈ ആയുസ് തീർന്നു കഴിഞ്ഞാൽ ഈ പുസ്തകവുമായി ഈ പട്ടണത്തിന് തെരുവ് നിൽക്കാൻ എത്ര തലമുറ ഉണ്ടാവും? നിങ്ങൾ ചിന്തിക്കണം. ഇതൊന്നും പറയുന്നതൊന്നും ആർക്കും ഇഷ്ടമല്ല. എന്തിനാ ഇതൊക്കെ പറഞ്ഞ് നിങ്ങളുടെ വിരോധം സമ്പാദിച്ചുകൊണ്ട് ഞാൻ പോണേ? ഇവിടെ നിന്ന് 2 ചാട്ടം ചാടി വൈബ്രേറ്റ് ചെയ്ത് തൊണ്ടയ്ക്ക് ഇച്ചിരി മാറ്റമൊക്കെ വരുത്തി. എനിക്കറിയാം, ഞാൻ പൊട്ടനും മണ്ടനും ഒന്നുമല്ല. 17 വർഷമായാലും ഇതിനകത്ത് കിടന്ന് ഉരുളാൻ തുടങ്ങിയിട്ട് ഇതെല്ലാം അറിയാം. എല്ലാം നിങ്ങളെ വഞ്ചിച്ചിട്ട്, നിങ്ങളെ പറ്റിച്ചിട്ട്, ചുമ്മാ എന്തെങ്കിലും പറഞ്ഞു പോയിട്ട് നിങ്ങൾ തരുന്ന 10 രൂപ പോലും എന്റെ തലമുറ അനുഭവിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അങ്ങനെയല്ല ചെയ്യേണ്ടത്. ജനത്തെ നോക്കിയിട്ട് കർത്താവ് വിളിച്ചു പറഞ്ഞൊരു വാക്കുണ്ട്, ഈ ജനം അകരം കൊണ്ടെന്നെ ബഹുമാനിക്കുന്നു, പക്ഷെ അവരുടെ ഹൃദയം എന്നെ വിട്ടെന്നിരിക്കുന്നു, അകന്നിരിക്കുന്നു. എന്റെ കാരണക്കാരനായിട്ട് കർത്താവ് പറഞ്ഞ ആരെന്നറിയോ? ജനത്തെ അല്ല പറഞ്ഞത്. മാനുഷിക കൽപ്പനകളായ ഉപദേശങ്ങളെ അവർ പഠിപ്പിക്കുന്നത് കൊണ്ട് ഈ ജനം വ്യർത്ഥമായി എന്നെ ഭജിക്കുന്നു. പ്രശ്നം ആരുടെയാ? കൃത്യമായി പഠിപ്പിക്കാൻ ആളില്ല, പഠിപ്പിക്കാൻ സമ്മതിക്കാത്ത, പഠിപ്പിക്കാൻ സമ്മതിക്കാൻ ഒരു തരത്തിൽ സമ്മതിക്കുക. ആമേൻ. അപ്പൊ ഇവിടെ പറയുന്നു, നമുക്ക് ലേഖനത്തിലേക്ക് തിരിച്ചു വരാം. അവിടെ പറയുന്നു, മൂപ്പൻ അഥവാ ഇടയനായിരിക്കുന്നവൻ അവൻ അനുസരണയും ഒക്കെയുള്ള മക്കളുള്ളവനായിരിക്കണമെന്നും. ഉദാഹരണം വായിക്കാം. അധ്യക്ഷൻ ദൈവത്തിന്റെ ഗ്രഹവിചാരകനാകിയ
ആയിരിക്കണം. ദൈവത്തിന്റെ കുടുംബമാണ് സഭ. അതിന്റെ വിചാരകനാണ് ശുശ്രൂഷകൻ. നിങ്ങൾക്കൊന്ന് മനസ്സിലായി? ക്രിസ്തുവിന്റെ സഭ ശുശ്രൂഷകന് കീഴടങ്ങിയിരിക്കുന്ന സഭയാണ്. ശുശ്രൂഷകനെ കൺട്രോൾ ചെയ്യുന്ന സഭയല്ല, ശുശ്രൂഷകന് കീഴടങ്ങിയിരിക്കുന്ന സഭ. നിങ്ങൾക്ക് തെളിവ് വേണോ? തിമോത്തിയോസിന്റെ ലേഖനത്തിലേക്ക് വാ. 1 തിമോത്തിയോസ് 5-ാം അധ്യായം 17-ാം വാക്യം നിങ്ങൾ വായിച്ചേ. നന്നായി ഭരിക്കുന്ന മൂപ്പന്മാരെ. നന്നായി ഭരിക്കുന്ന. അപ്പൊ മൂപ്പൻ സഭയെ ഭരിക്കുവാണോ? എന്താ വേണ്ടാതെ? മൂപ്പൻ സഭയെ ഭരിക്കുകയാണോ? യെസ്. ശുശ്രൂഷകനാണ് സഭയെ ഭരിക്കുന്നത്. അത് നന്നായി ഭരിക്കുന്ന മൂപ്പനാണെങ്കിൽ, നന്നായി ഭരിക്കുന്ന മൂപ്പന്മാരെ പോരാ, പ്രത്യേകം വചനത്തിലും, പ്രത്യേകിച്ച് വചനത്തിലും ഉപദേശത്തിലും, വചനം മാത്രം പോരാ, ഉപദേശത്തിലും അധ്വാനിക്കുന്നവരെ തന്നെ ഇരട്ടി മാനത്തിന് യോഗ്യരായി എണ്ണുക. നമ്മൾ ഇരട്ടിയായിട്ട് അടി കൊടുക്കും. നന്നായി ഭരിക്കുന്ന ഒരു ശുശ്രൂഷകനെ പോരാ, വചനത്തിലും പ്രത്യേകിച്ച് കോംപ്രമൈസ് ഇല്ലാത്ത ഉപദേശം പറയുന്ന ഒരു ദൈവദാസനെ സഭയ്ക്ക് കിട്ടിയാൽ അത് സഭയുടെ നിധിയാണ്. അത് സഭയുടെ നിധിയാണ്. നിങ്ങൾ അവരെ ഇരട്ടി മാന്യത കൊടുക്കണമെന്നാണ് പറഞ്ഞത്. നമ്മളോ എന്ത് കോക്കാൻ ബീജയ്ക്കും കൂട്ടു നിൽക്കുന്നവനാണെങ്കിൽ നമ്മൾ ഇരട്ടി മാന്യത കൊടുക്കും. ഉപദേശത്തിനും വചനത്തിനും വേണ്ടി കൃത്യമായി ഭരിക്കുന്നവരാണെങ്കിൽ നമ്മൾ ഉടനെ പൊളിറ്റിക്സ് കളിക്കും, കമ്മിറ്റി കൂടും, ഇയാളെ എങ്ങനെയെങ്കിലും ഇവിടുന്ന് തുരത്തണം. ബൈബിൾ പറയുന്നത് അങ്ങനല്ല. സഭ എപ്പോഴും തിരിച്ചറിയേണ്ട ഒരു യാഥാർത്ഥ്യമുണ്ടായിരുന്നു. ശുശ്രൂഷകന് വേണ്ടി അല്ല സഭ, സഭയ്ക്കു വേണ്ടിയാണ് ശുശ്രൂഷകൻ. ഇതെന്ന് തിരിച്ചറിയുമ്പോൾ അന്ന് വിടുതല്ല. ശുശ്രൂഷകന് വേണ്ടിയാണോ സഭ? ഞങ്ങൾ ഇവിടെ ഇരിക്കുന്ന ദൈവദാസന്മാർക്ക് ഉലകത്തിൽ എവിടെ പോയാലും എന്ത് കിട്ടും? സഭ കിട്ടും. ഇപ്പൊ ഞാൻ നാട്ടിൽ ചെന്ന് എന്റെ സന്ദർഭത്തോട് പറയാം, എനിക്കൊരു സഭ വേണമെന്ന് പറഞ്ഞാൽ പിന്നെന്താ തരും. ഞങ്ങൾക്ക് എവിടെ പോയാലും സഭ കിട്ടും. പക്ഷേ പത്യോപദേശം പഠിപ്പിക്കുന്ന, ദൈവവചനത്തിന് വേണ്ടി നിൽക്കുന്ന നിലപാടുള്ള ഒരു ദൈവദാസനെ സഭയ്ക്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ അത് ലോട്ടറിയാണ്. അത് നമ്മൾ കൈവിട്ട് കളയരുത്. അത് എല്ലാ സഭയ്ക്കും ഭാഗ്യമില്ല. നമ്മൾ ഇവിടെ ഉപദേശം പറയരുത്, അത്രയും കട്ടിക്കൊന്നും പറയേണ്ട പാസ്റ്ററെ, നമ്മൾ ഇവിടെ അങ്ങനെയാ പോകുന്നത്, അതുപോലെ അങ്ങ് പോയാൽ മതി എന്ന് പറഞ്ഞ് നമ്മൾ പാസ്റ്ററെ കൺട്രോൾ ചെയ്യുക. ഇപ്പൊ ഇനി മുന്നോട്ട് പോയാൽ പാസ്റ്റർ ഏത് ഉടുപ്പിടണമെന്ന് വരെ ഇവരാ തീരുമാനിക്കുന്നത്. ആ സ്ഥിതിയിലോട്ട് വന്നോണ്ടിരിക്കുക. ആമേൻ. തെറ്റാണ്. ദൈവസഭ ശുശ്രൂഷകനെ ഭരിക്കുകയല്ല, സഭ ശുശ്രൂഷകന് കീഴടങ്ങിയിരിക്കുകയാണ്. ഇത് തെറ്റാണ്. ദൈവമക്കളെ തിരുത്തപ്പെടണം. അപ്പൊ നിങ്ങൾ തിരിച്ചൊരു ചോദ്യം ന്യായമായി ചോദിക്കാം, അപ്പൊ പാസ്റ്റർ എന്ത് കാണിച്ചാലും വിശ്വാസികൾ അങ്ങ് സഹിക്കണമെന്നാണോ ഉപദേശി പറയുന്നത്? അല്ലല്ലോ, അതിനും വാക്യമുണ്ടല്ലോ. താഴോട്ട് വായിച്ചോ. നന്നായി ഭരിക്കുന്ന മൂപ്പന്മാരെ പ്രത്യേകം വചനത്തിലും ഉപദേശത്തിലും അധ്വാനിക്കുന്നവരെ തന്നെ ഇരട്ടി മാനത്തിന് യോഗ്യരായി എണ്ണുക. മെതിക്കുന്ന കാളയ്ക്ക് മുഖക്കൊട്ട കെട്ടരുതെന്ന് തിരുവെഴുത്ത് പറയുന്നു. വേലക്കാരൻ തന്റെ കൂലിക്കായി യോഗ്യനെന്നുമുണ്ടല്ലോ. 2-3 സാക്ഷികൾ മുഖേനയല്ലാതെ ഒരു മൂപ്പന്റെ നേരെ അന്യമായി എടുക്കരുത്. അപ്പൊ മൂപ്പൻ തെറ്റ് ചെയ്താൽ അത് ബോധ്യപ്പെടുന്ന സാക്ഷികൾ സഹിതം മൂപ്പന്റെ അടുക്കൽ ചെന്ന് ചോദിക്കാം. പക്ഷെ എന്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം? തിരുവചനം മുൻപിൽ വെച്ചുകൊണ്ട് ഇന്ന വചനപ്രകാരം പാസ്റ്റർ ചെയ്തത് വചനവിരുദ്ധമല്ലേ എന്ന് 2-3 പേരായി ചെന്ന് അദ്ദേഹത്തോട് സംസാരിക്കാം. അതിന് പ്രമാണമുണ്ട്. നമ്മൾ അങ്ങനെയാണോ? ശുശ്രൂഷാമുഖത്ത് പോലും, ആരാധന നടുവിൽ പോലും ദൈവദാസന്മാരുടെ നേരെ വിരൽ ചൂണ്ടുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. തെറ്റാണ്. ദൈവദാസന്മാർ വചനവിരുദ്ധമായത് പഠിപ്പിച്ചാൽ സഭയ്ക്ക് തീർച്ചയായും ചോദ്യം ചെയ്യാം. അത് ഇന്ന വചനപ്രകാരം പാസ്റ്റർ പഠിപ്പിച്ചത് ദുരുപദേശമല്ലേ, അല്ലെങ്കിൽ അത് തെറ്റല്ലേ എന്നെങ്കിലും ചോദിക്കാം, തെറ്റില്ല. പക്ഷെ പഥ്യോപദേശം പഠിപ്പിക്കുകയും കൃത്യമായി വചനത്തിന് വേണ്ടി നിൽക്കുകയും വചനപരമായ നിലയിൽ ഉപദേശം പറയുകയും ചെയ്യുന്നവരെ നമ്മൾ ഇരട്ടിയായി മാനിക്കണമെന്ന് ദൈവവചനം പറയുന്നത് ദൈവസഭയിൽ. പക്ഷെ വേദനയോടെ ഞാൻ പറയട്ടെ, ഇന്ന് ഉപദേശത്തിന് വേണ്ടി നിൽക്കുന്നവരെയും വചനത്തിന് വേണ്ടി നിലപാടെടുക്കുന്നവരെയും ആർക്കും കണ്ടുകൂടാ. പക്ഷെ അതിൽ പരാതിയില്ല. കാരണം വേദപുസ്തകത്തിൽ കൃത്യമായി ഉപദേശം പറഞ്ഞവരാരും ജനപ്രിയരായി മാറിയ ചരിത്രമില്ല. അങ്ങനെയാണെങ്കിൽ സ്റ്റേഫാനോസ് ഒക്കെ ഇന്നും 150 വയസ്സ് വരെയൊക്കെ ജീവിച്ചിരിക്കണ്ടേ? സ്നാപകയോഹന്നാൻ, ഇവരെല്ലാം നിലപാടുകൾക്ക് വേണ്ടി നിന്ന് പ്രാണപ്പെട്ടവരാ, ലോകത്തിന് വേണ്ടി നിന്ന്
ശുശ്രൂഷകന് കീഴടങ്ങിയിരിക്കുന്നതാണ് ക്രിസ്തുവിന്റെ സഭ. ആ ഒരു കാര്യത്തിൽ എനിക്ക് TPM-കാരോട് വലിയ ഇഷ്ടമാണ്. കാരണം ഡോക്ടർ ആട്ടെ, എഞ്ചിനീയർ ആട്ടെ, ജഡ്ജി ആട്ടെ, സമയം വന്നാൽ എന്ത് ചെയ്യും? യുനോ ഐ ആം ഡോക്ടറാണ്, ഇവിടെ ക്ലിനിക്കിലും പോയുള്ളൂ, മര്യാദയ്ക്ക് അവിടെ ഇരിക്കാൻ പറയും. ഒരു രക്ഷയില്ല. നമ്മുടെ അവസ്ഥ നമ്മൾ ചിന്തിക്കണം. നമ്മൾ പ്രാർത്ഥിക്കണം. ദൈവവചനത്തിനും ഉപദേശത്തിനും കൃത്യമായ നിലപാടുള്ള കടുകിട മാറാത്ത ഒരു ദൈവദാസനെ ഞങ്ങൾക്ക് കിട്ടണമെന്ന് പ്രാർത്ഥിക്കേണ്ടവരാണ് സഭ. പകരം അവരെ ഉപദ്രവിക്കേണ്ടവരല്ല. അവർ ഉപദേശം പറഞ്ഞെന്ന് കാരണത്താൽ അവരെ പൊളിറ്റിക്സ് കളിച്ച് ഓടിക്കേണ്ടവരല്ല. ഉപദേശത്തിനു വേണ്ടി നിലനിൽക്കുന്നവരെ കിട്ടാൻ പ്രാർത്ഥിക്കണം. ഞങ്ങളുടെ സഭയിൽ ഒരു ഉപവാസ പ്രാർത്ഥനയുണ്ട്, ഒരു കൺവെൻഷൻ ഉണ്ട്, ദൈവദാസൻ വരുന്നുണ്ട്. പ്രാർത്ഥിക്കണം സഭ. കർത്താവേ, ഉപദേശം പറയുന്നവരായിരിക്കണം, ദൈവവചനത്തിന് വേണ്ടി നിൽക്കുന്നവരായിരിക്കണം, നിലപാടുള്ളവരായിരിക്കണം. പകരം ഉപദേശത്തിനും പ്രമാണത്തിനും വേണ്ടി നിൽക്കുന്നുണ്ട്. നേരെ വാട്സാപ്പ് പുള്ളിയെ വിളിച്ചിട്ടുണ്ടോ? എന്തിനാ വിളിച്ചത്? അതാരാ വിളിച്ച്? ഇതെല്ലാം ഇവിടെ നടന്നത് എനിക്കറിയാമല്ലോ. ആരാ ഇന്നാണ് അതാരാ പുള്ളിയെ വിളിക്കുന്നു? പ്രൈസ് ദി ലോർഡ്. എന്നാൽ നിങ്ങൾ പറ, എന്തുകൊണ്ട് വിളിക്കണം? ദൈവവചനത്തിനെതിരായ ഒരു വാക്ക് ഇത്രയും നേരം നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുക. ഒരു വാക്ക് പുസ്തകത്തിൽ ഇല്ലാത്തതോ വചനത്തിന് വിരുദ്ധമായ ഒരു വാക്ക് ഇവിടെ ഞാൻ മിണ്ടിയിട്ടില്ല. പക്ഷെ എന്താണ് ജനത്തിന്റെ പ്രശ്നം? അവരുടെ പാപങ്ങളിലേക്ക് വിരൽ ചൂണ്ടുന്നതാണ് പ്രശ്നം. അവരുടെ കുറവുകൾ ഒരിക്കലും പറയാൻ പാടില്ലെന്നുള്ളതാണ് പ്രശ്നം. പാപത്തിന് തട്ടിപ്പൊത്തിയും കുറവുകൾക്ക് സപ്പോർട്ട് ചെയ്ത് വരികയാണെങ്കിൽ പ്രശ്നമില്ല. എന്നാൽ തീത്തോസിനോട് പറയുന്നു, കൃത്യമായി പറയണം. ദൈവദാസൻ ഇന്ന ഇന്ന യോഗ്യത ഉള്ളവരായിരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് താഴോട്ട് വരുമ്പോൾ തീത്തോസ് ലേഖനത്തിൽ തിരിച്ചു വരാം നമുക്ക് വേഗത്തിൽ. ആമേൻ. വായിച്ചോട്ടെ താഴോട്ട്. അനിന്ദനായിരിക്കണം, അനിഷ്ടക്കാരനും കോപിയും മദ്യപ്രിയനും തല്ലുകാരനും ദുർലാഭമോഹിയുമരുത്, അതിഥിപ്രിയനും സൽഗുണപ്രിയനും സുബോധശീലനും നീതിമാനും നിർമ്മലനും ജിതേന്ദ്രിയനും പത്യോപദേശത്താൽ പ്രബോധിപ്പിപ്പാനും വിരോധികൾക്ക് ബോധം വരുത്തുവാനും ശക്തനാകേണ്ടതിന് ഉപദേശപ്രകാരമുള്ള വിശ്വാസ വചനം മുറുകെ പിടിക്കുന്നവനുമായിരിക്കണം. സഭാ ശുശ്രൂഷകനായി വരുന്നയാള് ഉപദേശപ്രകാരമുള്ള സത്യവചനം പ്രബോധിപ്പിക്കണമെന്ന് സ്വർഗം തന്റെ മേലെ ഏൽപ്പിച്ച ഉത്തരവാദിത്വമാണ്. അത് ചെയ്യാൻ പാടില്ല എന്ന് ആരാണ് പറയുന്നത്? ആർക്കാണ് പറയാൻ അധികാരമുള്ളത്? പ്രൈസ് ദി ലോർഡ്. നമ്മൾ ദൈവത്തിനും മീതെ ഒരിക്കലും വലുത്. ഇത് ദൈവമാണ് ഫലമേൽപ്പിച്ചിരിക്കുന്നത്. ശക്തമായും പത്യോപദേശമായും എന്ത് ചെയ്യണം? പറയണം. ഇനി എങ്ങനെ പറയണം? താഴോട്ട് എങ്ങനെ വായിക്കുന്നുണ്ട്? അതിന്റെ 13-ാം വാക്യം 14-ാം വാക്യം വായിച്ച്. യഹൂദ കഥകളെയും സത്യം വിട്ടകലുന്ന മനുഷ്യരുടെ കൽപ്പനകളെയും ശ്രദ്ധിക്കാതെ ഇരിക്കേണ്ടതിന് അവരെ കഠിനമായി ശാസിക്കുക. അയ്യോടോ, നമ്മൾ പറയുന്നത് ഇത്രയും കഠിനമായിട്ട് എന്ത് ചെയ്യരുത് പറയും. ദൈവവചനം പറയുന്നു കഠിനമായിട്ട് എന്ത് ചെയ്യണം? ശാസിക്കണം. ദൈവവചനം വിട്ടുള്ള കഥകളും ദൈവവചനം വിട്ടുള്ള കാര്യങ്ങളിലേക്കും ജനം തിരിയാൻ പോയാൽ അവരെ കഠിനമായി ശാസിക്കണം. അതിന് ഉത്തരവാദിത്വം ആരുടെ മേൽ ഏൽപ്പിക്കാനാ പറഞ്ഞേ? മൂപ്പന്റെ കയ്യിൽ ഏൽപ്പിക്കാനാ തീത്തോസിനോട് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ഇതൊന്നും ദൈവസഭയിൽ പഠിപ്പിക്കാത്തതിന്റെ കുഴപ്പമാണ്. ശുശ്രൂഷകനെ പന്ത് കെട്ടുക, അല്ലെങ്കിൽ ആർക്കും എന്തും തീരുമാനിക്കാം, എല്ലാവർക്കും പ്രസംഗിക്കണം. അധിക ശിക്ഷാവിധി വരാതിരിക്കാൻ നിങ്ങളിൽ അനേകർ ഉപദേഷ്ടാക്കന്മാർ ആകരുത്. ശുശ്രൂഷ ദൈവഫലം ഏൽപ്പിക്കണം. ശ്രദ്ധിക്കൂ. ഡോക്ടർ മോൻ ഡോക്ടർ, എഞ്ചിനീയർ മോൻ എഞ്ചിനീയർ, കൃഷിക്കാരൻ മോൻ കൃഷിക്കാരൻ. അത് ലോകത്തിന്റെ നിയമം. പാസ്റ്റർ മോൻ പാസ്റ്റർ, അങ്ങനെ ഒരു തിയറി ഉണ്ടോ? ഇല്ല. പാസ്റ്റർ മോൻ പാസ്റ്റർ ആയിക്കോണം, അങ്ങനെ നിർബന്ധമൊന്നും ബൈബിളിലില്ല. ശുശ്രൂഷയ്ക്ക് ആര് വിളിക്കണം? ദൈവം വിളിക്കണം. ശുശ്രൂഷ ആര് ഫലമേൽപ്പിക്കണം? ദൈവം ഫലമേൽപ്പിക്കണം. എഫേസ്യ ലേഖനം 4:11 പറയുന്നു, അവൻ ചിലരെ അപ്പോസ്തലന്മാരായും ചിലരെ പ്രവാചകന്മാരായും ചിലരെ സുവിശേഷകന്മാരായും ചിലരെ ഇടയന്മാരായും ഉപദേഷ്ടാക്കന്മാരായും അവൻ ദൈവമാണ് നിയമിച്ചിരിക്കുന്നത്. ദൈവം നിയമിക്കാതെ, ദൈവം ശുശ്രൂഷ ഫലമേൽപ്പിക്കാതെ ആരും ശുശ്രൂഷയ്ക്ക് പുൽപിറ്റിൽ കയറാൻ പറ്റില്ല, പാടില്ല. എല്ലാവർക്കും പ്രസംഗിക്കണം. ഇനി നമ്മുടെ ഒരു ശുശ്രൂഷ, ഒരു ഭക്തന്റെ, ഒരു ശുശ്രൂഷകന്റെ, ഒരു ദൈവദാസന്റെ ശുശ്രൂഷ, ആദ്യം ഒരു ദൈവദാസന്റെ ശുശ്രൂഷ കൃത്യമായി വെളിപ്പെടേണ്ടത് സഭയിലല്ല, സ്റ്റേജിലല്ല, എവിടാ? ഭവനത്തിലാണ്.
ഭക്തനാണെന്ന് തെളിയിക്കപ്പെടേണ്ടത് ആദ്യം. ഞാൻ നാട്ടിലൊക്കെ ചില പാസ്റ്റർമാര് പ്രസംഗിക്കുമ്പോൾ അവരുടെ ഭാര്യമാരുടെ മുഖത്തേക്ക് ശ്രദ്ധിക്കാറുണ്ട്. അവരുടെ ഭാര്യമാരിരുന്നുകൊണ്ട് ഇതിന്റെ ദാസനെ ഉപയോഗിക്കണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് ആത്മാവിൽ ജാഗരിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ച കാണാം. അതേ നാട്ടിൽ വേറെ ചില പാസ്റ്റർമാർ പ്രസംഗിക്കുമ്പോൾ പാസ്റ്റർ ഭാര്യയുടെ മുഖത്തോട്ട് നോക്കണം. ഇങ്ങനെ ഇരിക്കുക. എന്താ കാര്യം എന്നറിയാമോ? ഇങ്ങനെ വീട്ടിൽ ആരാ പുള്ളിയെന്ന് എനിക്കല്ലേ. എന്തൊരു പെർഫോമൻസാ വീട്ടിൽ വരുമ്പോൾ ഇതൊന്നും ഇങ്ങനെ ഇരിക്കാതെ. അവർക്കൊരു സ്വതന്ത്രം പറയാൻ പറ്റില്ല. കാരണം വീട്ടിൽ വന്ന വായി തോന്നുന്ന എല്ലാം പറയും, വേണ്ടി വന്ന ഭാര്യയിൽ തല്ലും, അങ്ങനെയുള്ള പുള്ളികളുണ്ട്. അപ്പൊ എവിടെ സ്റ്റേജിലാണെങ്കിലും ഒന്നാന്തരം പെർഫോമൻസാണ്. അപ്പൊ ആദ്യം വെളിപ്പെടുന്നത് ഭവനത്തിലാണ്. ഭാര്യ ഭർത്താവോട് ഒന്നിച്ചാണ് ആരാധനയ്ക്ക് വണ്ടി ഓടിച്ചു വന്നത്. സന്തോഷത്തോടെ വന്നു, ഇവിടെ വന്നിരുന്നു. അമ്മാമ്മയുടെ അന്യഭാഷയും പറയലും കണ്ടപ്പോൾ പുറത്തിരിക്കുന്ന അച്ചായം മാവ് വിളിക്കുക, എന്റെ കൂടെ വന്നവള് തന്നെ ആണോ ഇതൊന്നും. കാര്യം ഏത് വഴിയായിട്ടാണ് ഈ ആത്മാവ് വന്നതെന്ന് അച്ഛൻ ഒരു പിടുത്തം പിടിച്ചത്. കാര്യം വീട്ടിൽ വെച്ച് അച്ഛൻ ഒന്ന് പറഞ്ഞാൽ ഇവിടെ 9 പറയുന്ന ടീമാണ്. പക്ഷെ പാ കണ്ടപ്പോഴത്തേക്ക് അസേര വന്നപ്പോഴത്തേക്ക് ആത്മാവ് ഒന്ന് ഇറക്കുക. അച്ഛൻ മാവ് വിളിക്കും, ഇത് എവിടുന്ന് വന്നോ ഈ ആത്മാവ്. ഇത് ആദ്യം വെളിപ്പെടേണ്ടത് ഭവനത്തിലാണ്. തന്റെ ഭാര്യ ആത്മാവിൽ നിറയുന്ന കാണുമ്പോൾ അച്ഛൻ അവിടെ ഇരുന്ന് ദൈവത്തെ സ്തുതിക്കാൻ ഇടയാകണം. ചിലര് നേരിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്, എന്റെ ഭാര്യയുടെ പ്രാർത്ഥനയാ പാസ്റ്ററെ, അവളുടെ ആരാധന, അവളുടെ കരച്ചിലും കണ്ണുനീരും, അങ്ങനെ എത്രയോ പേരും. അതല്ലേ സാക്ഷ്യം? അതാണ് സാക്ഷ്യം. പള്ളി വന്നിരുന്ന് ഗസ്റ്റ് പാസ് വരുമ്പോൾ നമ്മുടെ നാട്ടിൽ ചിലരുണ്ട് ഇങ്ങനെ ആരാധിച്ചുകൊണ്ടിരിക്കുകയാണ്. ആരാധിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ ഞങ്ങൾ ഗസ്റ്റ് പാസ്റ്റർമാർ സ്റ്റേജിൽ ഇങ്ങനെ ഇരിക്കുമല്ലോ. അപ്പൊ ഇവരിങ്ങനെ ആരാധിച്ചുകൊണ്ടിരിക്കും. ആരാധനയുടെ ഇടയിൽ ചില പുള്ളികൾ ഒരു കണ്ണു തുറന്ന് ഈ ഗസ്റ്റ് പാസ്റ്ററെ ഞങ്ങളിങ്ങനെ നോക്കും. അപ്പൊ ഞങ്ങൾ അവരുടെ മുഖത്തോട്ടാണ് നോക്കുന്നതെന്നുണ്ടോ എന്നുവെച്ചാൽ ഞാൻ ഇവിടുത്തെ ഏറ്റവും വലിയ അഭിഷേകക്കാരി എന്ന് ഈ വന്ന പാസ്റ്ററെ കാണിക്കാനായി ഈ പരിപാടി